കഴിയുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. നിന്റെ വീടിന്റെ പുറത്തൊരു വാഹനം വന്നോ, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു മലർത്തി കിടത്തി, എന്നിട്ട് 6 പേര് തോളിലേക്ക് ഉയർത്തുമല്ലോ. വീടിനകത്ത് നിന്ന് നിലവിളി കേൾക്കുന്ന ശബ്ദമാ. ആ സമയത്താണല്ലോ ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയം. അപ്പോഴാ അല്ലാ, മക്കളുപ്പ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്, കൂടപ്പറപ്പുകൾ കരയുന്നുണ്ട്. പടച്ചവനെ, ഭാര്യ കടന്ന് ഭർത്താവിനെ വിളിച്ച് കരയുന്ന സമയമാ. ഉമ്മയും നിലവിളിയാണ്, ക്ഷമ വിട്ട ഉമ്മയും, പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. എല്ലാവരും നിലവിളിക്കുന്ന സമയമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ മയ്യത്ത് ചുമക്കുന്ന സമയത്ത് ഭാരം തോന്നാറില്ല. ചിലരുടെ ജനാസ ചുമക്കുമ്പോ മയ്യത്തിന് ഭാരം അനുഭവിക്കാറില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച മനുഷ്യ, നിന്റെ മയ്യത്ത് ചുമക്കാൻ മലക്കുകൾ വരും. മുസ്ലിമേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാണ്. പക്ഷേ സഅദിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ മുഴുവനും മുഖത്തുനിന്ന് കണ്ണെടുക്കും.